അസ്സലാമു അലൈക്കും. സാറാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല തിരണ്ടിയാണ് ഇന്ന് മേടിച്ചത്. 1 കിലോ തിരണ്ടി. നല്ല മഴയുണ്ട് പുറത്ത്. ഇന്ന് തിരണ്ടിക്കറിയാണ് വെക്കുന്നത്. അതിനാവശ്യമായ തക്കാളി, പച്ചമുളക്, കൊച്ചുള്ളി അരിഞ്ഞിട്ടത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വാളംപുളി കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കറി വെക്കുന്നത് കാണാം. അപ്പോഴത്തേക്കും എൻ്റെ ചോറ് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കഞ്ഞിയായി. കപ്പളങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതായത് കർമൂസ്, പപ്പായ എന്നൊക്കെ ഓരോരോ നാട്ടിൽ ഓരോ ഭാഷയാണല്ലോ ഓരോരോ സാധനത്തിന്. അപ്പോൾ ഞാനിന്ന് കർമൂസയാണ് കറി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ചട്ടിയിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. കുക്കറിലൊന്നും വെക്കാതെ ചട്ടിയിൽ വെച്ച് ശീലിക്കുക. അപ്പോൾ ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കലാണ് ഏറ്റവും നല്ലത്. പാകത്തിന് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ നന്നായി പൊട്ടിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഈ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അതിലിട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. നല്ലപോലെ ഉള്ളി ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഒന്നായിട്ടിട്ടാൽ തന്നെ നല്ല പോലെ വെന്ത് കിട്ടും. വേറെ ഇടേണ്ട ആവശ്യമില്ല. ഒന്നായിട്ട് തന്നെ നമുക്ക് ചട്ടിയിലിട്ട് കൊടുത്ത് ഇതേപോലെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നന്നായിട്ട് പാകത്തിന് തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായി ഉടഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. ഇതേപോലെ കുറച്ചും കൂടി അടച്ച് വെച്ച് കൊടുത്ത് നമുക്ക് ഒന്നും കൂടി വാട്ടി കൊടുക്കണം. ഞാൻ റെസിപ്പി പറഞ്ഞില്ലേ, കുറച്ച് പെരിഞ്ജീരകമാണ് ഞാൻ തിരണ്ടി മുളകിട്ടയിൽ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് തിരണ്ടിക്കറിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക, അതായത് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇപ്പം നന്നായി നല്ല പോലെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാളംപുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ആ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. വേസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഓവറായിട്ട് വെള്ളത്തോടെ പാകം ചെയ്യേണ്ട. തിരണ്ടിക്കറി നല്ല വറ്റിച്ച് വെക്കലാണ് ഏറ്റവും ടേസ്റ്റ്. വെള്ളം കൂടുതലായിട്ട് ഒഴിക്കാതെ ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക, കൂടുതലായിട്ട് വെള്ളം ഒഴിക്കാതെ. അപ്പോൾ 2 സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓവറായിട്ട് എരിവില്ലാത്ത മുളക് പൊടിയാണ്. 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഈ പുളിവെള്ളത്തിൽ യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അടച്ചൊന്ന് വേവിച്ച് കൊടുക്കുക. അടച്ച് മുളകും മല്ലിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തിരണ്ടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല സൂപ്പർ തിരണ്ടിയാണ്, ഫ്രഷ് തിരണ്ടിയാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ തിരണ്ടി കറി വെക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഹൈപ്പ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരിലേക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ വളരാൻ നിങ്ങളാണ് സഹായിക്കേണ്ടത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാലേ എൻ്റെ ചാനൽ മുന്നോട്ട് വരും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. മുളകും നമ്മുടെ മീനൊക്കെ വെന്തതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം തിരണ്ടിക്കറി വറ്റി വന്നു. സൂപ്പർ കറിയായിട്ടുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും.